ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിവ്യ CC റെസിപ്പീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് കുട്ടികൾക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ഉപ്മാവ് ഉണ്ടാക്കാം. നമ്മുടെ എന്താ പറയുക, മുംബൈയിലൊക്കെ സാബുദാന ഉപ്മാവ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. അത് നമ്മുടെ ചൗരി വെച്ചിട്ടാണ്, പായസത്തിൻ്റെ ചൗരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അത് വെജിറ്റബിൾസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ കളർഫുള്ളാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ആ ഒരു കളറൊക്കെ കാണുമ്പം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് അത് ചെയ്യാം അല്ലേ. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു കപ്പ് സാബുദാന എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചൗരി ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ചിടണം. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ സാബുദാൻ്റെ ഒപ്പം മാത്രമേ വെള്ളം ഒഴിച്ചിടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുള്ളൂ. കുറച്ചും കൂടി വേണം. ഇപ്പം ഇതാ കണ്ടോ, സാബുദാൻ്റെ ഒപ്പം മാത്രം. ഓവറായിട്ട് വെള്ളം നിൽക്കാൻ പാടില്ല ഇതിനകത്ത്. ഓവറായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് പൊടിഞ്ഞ പോലെ ആയി പോകും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ 3 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൽ നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. കൊണ്ടോ ഓരോന്നോരോന്നായിട്ട് കണ്ടു. ഇപ്പം നമ്മൾ ആദ്യം വെച്ചേക്കാളും എന്തോ ഒരു നല്ല അളവ് വ്യത്യാസം വന്നിട്ടുണ്ട്. നേരെ ഡബിൾ ആയിട്ടുണ്ട്. അത്രയും നല്ലോണം കുതിർന്നു വന്നു. ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളും വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് അതുപോലെ ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെ തളിച്ച് കൊടുത്ത് ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ അങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ബൗള്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ബൗള്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ 1/2 ബൗള്. ഇത് പച്ചമുളകാണ് ഒരെണ്ണോള് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ നിലക്കടലയാണ് വറുത്തത്. പിന്നെ ടൊമാറ്റോ ഒരെണ്ണം. പിന്നെ ഇത് മല്ലിയില, കറിവേപ്പില, പിന്നെ കടുക്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നോക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ബീൻസ്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കണം. അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പച്ചമുളക്. ഇത് ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ, നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം, കാരണം ഇത് ഒന്ന് ചെറുതായിട്ട് കുക്കാവട്ടെ. നമ്മളൊരു ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഒത്തിരി കുക്കാവേണ്ട കാര്യമില്ല കേട്ടോ, കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒത്തിരി കുക്കാക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആകുമ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക്
നമ്മളുടെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് വഴണ്ട് വരട്ടെ. എല്ലാ വെജിറ്റബിളും ഒന്ന് പയ്യെ നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സാവധാനം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ വെച്ചിട്ട് സാവധാനം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോരോ വലിയ നല്ല എന്താ പറയുക വീഴ്ച പോലെ കാണുന്നുണ്ട് കറക്റ്റായിട്ട്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. എന്നാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് കയ്യൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അതാ ഞാൻ തുറന്നുകൊണ്ടിരിക്കണ്ടോ സൂപ്പറായിട്ടുണ്ട്. എല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ പോലെ ആയിട്ടുണ്ട്. വളരെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓരോരോ ബൗൾ ഇതിങ്ങനെ നമ്മൾ വഴി ഇങ്ങനെ അടിച്ചഴിയുമ്പോൾ ഓരോന്ന് 1 by 1 നമുക്ക് കിട്ടും. എന്താ അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്താ പറയുക, നമ്മളുടെ നിലക്കടല ഇത് കേട്ടോ, ഇത് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് ഞാൻ ഇടുന്നത്, പച്ചയല്ല. അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണെന്ന് പറയാം. ഇത്രയും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഈ നിലക്കടലയും എല്ലാം കൂടി വരുമ്പോൾ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഇത് എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കുക. അവർക്കിത് കാണുമ്പോൾ തന്നെ എന്തോ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നു. നല്ലൊരു രീതിയിലാണ് ഇതിൻ്റെ ഇത്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മതി കേട്ടോ. ഇതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി, അല്ലാച്ചാൽ വേണ്ട. ഇത് അടിപൊളിയായിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേഗം തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, വളരെ കളർഫുൾ ആയിട്ട് നല്ല അടിപൊളി ഉപ്മാവല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.